ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സയ്യിദ് ഡനാസിയാണ്. സയ്യിദ് ഡനാസിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു നസറുദ്ദീൻ മുഹമ്മദ് എന്ന് പറയുന്ന മുഹമ്മദ് തുഗ്ലക് എന്ന് പറയുന്ന ആളുടെ കാലഘട്ടത്തിലാണ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ടിമൂർസിന്റെ അറ്റാക്ക് ഡൽഹി ഭാഗത്തേക്ക് വരുന്നത്. 1396 മുതൽ 1412 വരെയാണ് ഈ കണ്ടിന്യൂസ് അറ്റാക്ക് വരുന്നത്. 1412 ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, ടിമൂർ ഡൽഹി ക്യാപിറ്റൽ പിടിച്ചെടുക്കുന്നത്. ഇത്ര ഭാഗം മാത്രമേ ശരിക്കും പറഞ്ഞാൽ സയ്യിദ് ഡനാസിന്റെ കൺട്രോൾ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിൽ തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്, പല സ്ഥലങ്ങളിൽ വിട്ടുപോയിട്ടുണ്ടല്ലേ. അദ്ദേഹം കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും കൺട്രോൾ നിൽക്കുന്നില്ല. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ സക്സസ് ആയിട്ട് വന്നിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യില്ല, ഇത് മെയിൻറ്റെയിൻ ചെയ്യും. ഇല്ല, വീക്ക് സക്സസസ് ആണ്, ഡെഫിനറ്റ്ലി എന്തായാലും ഡിസ്ട്രോയ് ചെയ്ത് പോകുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഈ ഭാഗത്ത് ടിപ്പു ഇൻവേഷൻ വരുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഭാഗം ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, അവരെന്ത് ചെയ്യുന്നു, ഡൽഹി ക്യാപിറ്റലിൽ പിടിച്ചെടുക്കുന്നു. കിസിർ ഖാൻ അപ്പോയിന്റ് ചെയ്യുന്നു. കിസിർ ഖാൻ ശരിക്കും പറഞ്ഞാൽ ഗവർണർ ഓഫ് മുൾട്ടൻ ആയിട്ടാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. മുൾട്ടൻ റീജിയൻ നമ്മൾ ഓൾറെഡി അറിയാവുന്നതാണ്, എന്താണ് നോർത്ത് വെസ്റ്റേൺ പാർട്ടിലുള്ള ഭാഗമാണ് മുൾട്ടൻ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഡൽഹി ക്യാപിറ്റൽ പിടിച്ചെടുക്കുന്നു. സയ്യിദ് ഡനാസി എന്ന് പറഞ്ഞ പുതിയൊരു ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല, ഒരു ടൈറ്റിൽ ഒന്നും സ്വീകരിക്കാൻ തയ്യാറായില്ല. കിസിർ ഖാൻ എന്ത് ചെയ്തു, അവിടെ അദ്ദേഹത്തിന്റെ രീതിയിൽ എന്ത് ചെയ്തു, അദ്ദേഹം ഭരണം കാഴ്ചവെച്ചു. അദ്ദേഹം ഈ പറഞ്ഞ പോലെ പഞ്ചാബ്, ദിലാപൂർ, സൂറത്തിന്റെ പാർട്ടൊക്കെ അദ്ദേഹത്തിന്റെ കൺട്രോളിലേക്ക് കൊണ്ടുവന്നു. ലേറ്റർലി അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, പല സ്ഥലങ്ങളും അദ്ദേഹത്തിന്റെ കൺട്രോളിൽ മിസ് ആവുന്നുണ്ട്. അദ്ദേഹം 1421 മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സക്സസർ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള മുബാറക് ഷായാണ് ഭരണത്തിലേക്ക് വരുന്നത്. മുബാറക് ഷാ ശരിക്കും പറയുകയാണെങ്കിൽ ഗ്രേറ്റ് മാൻ ഓഫ് വിഷൻ എന്നറിയപ്പെടുന്ന ഒരു രീതിയിലാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. ഓക്കെ, കാരണം അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, പല റിവോൾട്ടുകളും അദ്ദേഹം സപ്രസ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഫോർ ഫസ്റ്റ് ടൈം ഹിന്ദു നോബിൾസ് വർ അപ്പോയിന്റഡ്, ഹിന്ദു നോബിൾസിന് അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ സമയത്ത് നോബിൾ അല്ല, വാസിനാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യമായിട്ട് ഹിന്ദു നോബിൾസിന് അപ്പോയിന്റ് ചെയ്തു. ബിക്കോസ് ടിമോസിന് ആ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇതിന് മുൻപ് ടിമോർ ആയിരുന്നില്ലല്ലോ ഭരിച്ചിരുന്നത്, ഇവർക്ക് വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ മാൾവ റീജിയൻ ഒക്കെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അറ്റാക്ക് ചെയ്യുന്നുണ്ട് വിത്ത് ഹെൽപ്പ് ഓഫ് ബഹലൂർ ലോധി, ലാഹോറിലെ ഗവർണർ ആയിരുന്നു. ഈ ബഹലൂർ ലോധി എന്ന് പറയുന്നത് അഫ്ഗാൻ റൈസസിന്റെ ആളാണ്. അദ്ദേഹം ഒരു അഫ്ഗാൻ ഗവർണർ ആയിരുന്നു. ലേറ്റസ്റ്റ് സ്റ്റേജിലേക്ക് എന്ത് ചെയ്യുന്നു, അദ്ദേഹം ലാഹോറിലേക്ക് വരികയും ആ ഭാഗത്തേക്ക് ഒരു നോബിൾ ആണ്. ഓക്കെ, അഫ്ഗാൻ നോബിൾസിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എവിടെ ഫേമസ് ആയിട്ടുള്ള ലാഹോറിലെ ആളാണ്. ഓക്കെ, അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ടോടുകൂടി മാൾവ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, സക്സസ് ആവുന്നുണ്ട്. അപ്പൊ ബഹലൂർ ലോധി എന്താണ്, രാജാവിനോട് കുറച്ചും കൂടി അടുത്തടുത്ത് വരുന്ന ഒരു ടെൻഡൻസി കൂടി കാണിക്കുന്നു മുബാറക് ഷായിട്ട്. പക്ഷെ മുബാറക് ഷാ ഭയങ്കര എഫിഷ്യന്റ് ആയതുകൊണ്ട് തന്നെ അത്ര ഈസി ആയിട്ട് രാജാവിനെ കംപ്ലീറ്റ്ലി ഹൈജാക്ക് ചെയ്യാൻ സാധിക്കില്ലായിരുന്നില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഡൽഹി സുൽത്താനായിട്ട് എന്ത് ചെയ്തു, ഇത്രയും ഭാഗത്തേക്ക് ചുരുങ്ങി കഴിഞ്ഞു. ഇവിടെയും അവരുടെ ഇൻഫ്ലുവൻസ് ആണ്. പുള്ളിത്തെ കൺട്രോൾ ചെയ്തില്ല, പുള്ളി ഇവിടുന്ന് ടാക്സി പിരിക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത്രയും ഭാഗം ഓക്കെ ആണോ? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ, ഇവിടെ മെയിൻ ആയിട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ തലയിൽ ഒരു ക്യാപ്പ് ഉണ്ട്. ഒരു ക്യാപ്പിന്റെ പ്രത്യേകത ആണോ നിങ്ങൾ, ഇത് ടിമൂറിന്റെ സക്സസ് കാണിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ക്യാപ്പാണ്. ടിമൂറിന്റെ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, അത് വരുന്നത്. ഓക്കെ, ആ ഒരു ക്യാപ്പിനെയാണ് കുലാധരൻ എന്ന് പറയുക. 2022 UPSC ക്വസ്റ്റ്യൻ ആയിരുന്നു. ടഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന ആൾക്കാർ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കുലാധരൻ എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, അതിനകത്ത് നിങ്ങൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആൻസർ നൽകി വിത്ത് റെഫറൻസ് ഇന്ത്യൻ ഹിസ്റ്ററി. കുലാധരൻ ഹു ഓഫ് ദി ഫോളോയിങ് വർ നോൺ ആസ് എന്നാ പറഞ്ഞത്. അറബ് മെർച്ചന്റ്സ്, കുലാൻഡേഴ്സ്, പേർഷ്യൻസ്, കാലിഗേഴ്സ് ആൻഡ് സയ്യിദ് ഡനാസ്റ്റി. കണ്ടോ, ഇത്രയും ഭാഗം ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നുണ്ട്, ക്വസ്റ്റ്യൻ കൺഫ്യൂഷൻ ഉണ്ടോ? ഓക്കെ, എന്താണ് കുലാധരൻ എന്നുള്ളതാണ്. കുലാൻ എന്ന് നമ്മൾ മലയാളത്തിൽ നിങ്ങൾക്ക് ഞാൻ ഇപ്പോഴും പറഞ്ഞു, രണ്ട് രീതിയിലാണ് ഹിസ്റ്റോറിക്കൽ വേർഡ് നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കുക. രണ്ട് രീതിയിലാണ് നമുക്ക് ഇവിടെ എലിമിനേഷൻ സ്ട്രാറ്റജി ഉള്ളത്. ഫസ്റ്റ് സ്ട്രാറ്റജി ഈസ് എക്സ്പാൻഡിങ് ദ വേർഡ്. കുലാധരൻ, ഓക്കെ, കുലത്തെ ധരിക്കുന്നവൻ. കുലത്തെ ധരിക്കുന്നവൻ ആരാ? രാജാവാണ്. ഇൻ ദാറ്റ് കേസ് you have an option expanding the word. This is the first method. What about the second method? ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഓരോ ഓപ്ഷൻസ് വരുമ്പോൾ 3 ആളുകൾ ഒരേ ഡയറക്ഷനിലും ഒരാൾ സെപ്പറേറ്റ് ഡയറക്ഷനിലും ആയിരിക്കും. അറബ് മേർച്ചന്റ് ആണെങ്കിലും പേർഷ്യൻ കാരിഗർ ആണെങ്കിലും കുലാധരൻ നിങ്ങൾക്ക് കേട്ടിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് കോമൺ സെൻസിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും കുലാധരനും ഇതും ഒരുമിച്ച് വരില്ല. അത് നിങ്ങൾ തെറ്റിക്കാൻ തന്നതാണ്. ആ ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടുമല്ലോ, അവിടെ കൺഫ്യൂഷൻ ഇല്ലല്ലോ. അതെന്തായാലും വരാൻ സാധ്യത നോർമൽ കേസിലില്ല. കാരണം എന്തുകൊണ്ടാണ്, അതേ വേർഡ് നിങ്ങൾ തെറ്റിക്കാൻ തരുന്നതായിരിക്കും. ഈ 2 ആൾക്കാർ നോക്കിക്കോ, ഈ 3 ആൾക്കാർ നോക്കിക്കോ. ഈ 3 ആൾക്കാർ സൊസൈറ്റിയിൽ ഹൈ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണോ, രാജാവിനെ അപേക്ഷിച്ചിട്ട് ലോ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണോ? 3 ആൾക്കാരും ഒരേ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കില്ലേ? അല്ലേ? കൺഫ്യൂഷൻ ഉണ്ടോ ഞാൻ പറഞ്ഞതിൽ? ഓക്കെ, ഡൈനാസിയിലേക്ക് നോക്കുന്ന സമയത്ത് എന്താണ്, സയ്യിദ് ഡനാസി വരുമ്പോൾ ഡൈനാസി ഇസ് എ കിങ് വൺ, കിങ് ടാങ്ക്. ഇപ്പൊ 3 എണ്ണം ഒരേ
കൈൻഡ് ഓഫ് സോഷ്യൽ സ്റ്റാറ്റസ് നിൽക്കുന്നതും ഒന്ന് സെപ്പറേറ്റ് സോഷ്യൽ സ്റ്റാറ്റസ് നിൽക്കുന്നതുമായിരിക്കും. അപ്പൊ നിങ്ങൾ എപ്പോഴും ഇതേപോലെ തന്നെ ABCD എന്ന് പറയുന്ന സാധനം വരുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനകത്ത് ഒറ്റയാനെ കണ്ടെത്തുക വേണ്ടത്. അവന്റെ ക്യാരക്ടർ മറ്റു 3 ക്യാരക്ടറിൽ നിന്നും സെപ്പറേറ്റ് ആയിരിക്കും. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അതല്ലാതെ ഇതുപോലെ നിങ്ങൾക്ക് പഠിക്കാനോ മൊത്തമായിട്ട് ഓർത്തിരിക്കാനോ സാധിക്കില്ല. ഞാൻ ഈ പറഞ്ഞ ഭാഗം ക്ലിയർ ആണോ? കീർത്തന, ആൽബർട്ട്, ആതിര, മീനാക്ഷി, ശില്പ, റൈറ്റ്? സോ ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കിയെടുക്കുക. ഇതെപ്പോഴും ക്വസ്റ്റ്യൻ ഇടുന്ന ആളുടെ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും. ഓക്കെ. പിന്നെ ചില സമയത്ത് ഹിസ്റ്ററിയിൽ ഇതേപോലെ ടെൻഡൻസി വരും. എന്തെങ്കിലും കീവേഡ് തന്നിട്ട് യാതൊരു ഇമ്പോർട്ടൻസ് ഇല്ലാത്ത 3 ഓപ്ഷൻസ് വരും. രാജ്ഞിയുടെ തൊപ്പി അല്ലെങ്കിൽ രാജ്ഞിന്റെ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞു തരും. ചില സമയത്ത് സോഷ്യൽ ഇമ്പോർട്ടൻസ് ഒരു സാധനം ഉണ്ടാവും. മറ്റു 3 നിങ്ങൾക്ക് കേട്ടാൽ തന്നെ അറിയാൻ പറ്റും ഇത് വരാൻ സാധ്യതയില്ല എന്നുള്ളത്. അപ്പോൾ സോഷ്യൽ ഇമ്പോർട്ടൻസിന്റെ സാധനത്തിനാണ്. ബിക്കോസ് UPSC ഓൾവേസ് ഫോക്കസ്ഡ് ഓൺ സോഷ്യൽ ഇമ്പോർട്ടൻസ് ആൻഡ് എക്കണോമിക്കൽ ഇമ്പോർട്ടൻസ്. സോ അവിടെയാണ് UPSC ഫോക്കസ് ചെയ്യുക എന്ന് നിങ്ങൾ വിചാരിക്കുക. ഇതിന് തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ പറഞ്ഞത് ധാരണയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. അത് പല എക്സാമിനേഷനും നിങ്ങൾക്ക് ഹെൽപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ ആണോ? കൺഫ്യൂഷൻ ഉണ്ടോ ഞാൻ ഈ പറഞ്ഞ ഭാഗത്ത്? ഡൺ. ഓക്കെ. അപ്പൊ ഇതും കൂടി നിങ്ങൾ എക്സാമിനേഷൻ ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ സെപ്പറേറ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ. ഞാൻ പറഞ്ഞു നമ്മൾ ഖിസ്ർ ഖാനെ കുറിച്ച് പറഞ്ഞു അല്ലെ, മുബാറക് ഷാനെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം മുബാറക് ഷായുടെ നെഫ്യൂ ആയിട്ടുള്ള മുഹമ്മദ് ഷായാണ് ഭരണത്തിൽ വരുന്നത്. ഓൾവേസ് ബിസി വിത്ത് ഫൈറ്റിംഗ്, ഡെഫിനറ്റ്ലി. ബിക്കോസ് എന്തായിരിക്കും, ഒരുപാട് കോൺസ്പിറേഷൻസ് ഉണ്ടാവും അദ്ദേഹത്തിന്. കാരണം ഈ പറയുന്നത് പോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് സ്ഥലങ്ങളും പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഓൾറെഡി ഡൽഹി സുൽത്താനറ്റ് ഇൻസ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന സമയമാണ്. ബെഹ്ലൂർ ഖാൻ ലോധി, ഗവർണർ ഓഫ് ലാഹോർ, ഡോമിനേറ്റ് ചെയ്യുന്നു എല്ലാ കാര്യത്തിലും. മുഹമ്മദ് ഷാ മരിച്ചതിന് ശേഷം 1445 മരിച്ചതിന് ശേഷം സംഭവിക്കുന്നു, ഈ പറയുന്ന ബെഹ്ലൂർ ലോധി എന്ത് ചെയ്യുന്നു, ഖാൻ ഐ ഖന്ന എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ, അതായത് റോയൽ ഹെഡ് എന്ന് പറയുന്ന ടൈറ്റിലേക്ക് വരികയാണ്. റോയൽ ഹെഡ് എന്ന് പറയുകയാണെങ്കിൽ രാജാവിന്റെ തൊട്ടടുത്ത ആൾ എന്നുള്ള രീതിയിലേക്ക് വരുന്നു. ഓക്കെ. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അടുത്ത റൂളർ വരുന്നു അലാം ഷാ. 445 മുതൽ 451 വരെ. ആ സമയത്തൊന്നും ഈ പറയുന്ന ബഹ്ലൂർ ലോധി ഭരണം പിടിച്ചെടുത്തതൊന്നുമില്ല. പക്ഷേ ഇൻഡയറക്ട്ലി ഈ ഭരണം ആരെ കൺട്രോളിലാണ്ടായിരുന്നത്? ബഹ്ലൂർ ലോധിനെ കൺട്രോളിലായിരുന്നത്. അതൊരു ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ അത്രയും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള റൂളർ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ബൈറാം ഖാനെ പോലെ. അക്ബറിന്റെ സമയത്ത് ബൈറാം ഖാൻ ആയിരുന്നു റൂൾ ചെയ്തിരുന്നത്. നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ അവിടെ എത്തിയിട്ടില്ല. എന്നാലും ഞാൻ ആ സമയത്ത് പറയാം, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഹിസ്റ്ററിയിലൊക്കെ. അപ്പൊ അതേപോലെ ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ആളാണ് അലാം ഷായെ കുറിച്ചിട്ട്. അലാം ഷാനെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ആളായിരുന്നു ബഹ്ലൂർ ലോധി എന്ന് പറയുന്ന ആള്. ശരിക്കും പറഞ്ഞാൽ ബഹ്ലൂർ ലോധിക്ക് കംപ്ലീറ്റ്ലി പവർ കൊടുത്തിട്ട് ഈ പറയുന്ന പോലെ അലാം ഷാക്ക് എനിക്ക് വയ്യ ഈ പറയുന്ന കച്ചവടം ഒന്നും ഏറ്റെടുക്കാൻ എന്ന് പറഞ്ഞ് പുള്ളി എന്ത് ചെയ്യുന്നു, ബധൌണിലേക്ക്, UP ബധൌണിലേക്ക് പുള്ളി റിട്ടയർഡ് ആയിട്ട് പുള്ളി പോവുകയും അതിനുശേഷം ബഹ്ലൂർ ലോധിയാണ് എന്ത് ചെയ്യുന്നത്, ഫോർമലി ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. രാജാവ് മരിക്കുന്നത് വരെ സെയ്ദ് ഡനാസി അവസാനിക്കുന്നില്ല. അലാം ഷാ 1451 അദ്ദേഹം മരിക്കുകയാണ്. ആൻഡ് ഇന്ത്യ വാസ് ഡിസിൻറ്റഗ്രേറ്റഡ് ഇൻ സ്മോൾ കിങ്ഡംസ്. ആൻഡ് വീണ്ടും എന്ത് ചെയ്യുന്നു, അത് റെഡ്യൂസ് ചെയ്യുന്നു. രജിബുത്ത് ചീഫുകളും അതേപോലെ തന്നെ പല ആളുകളും വീണ്ടും സ്പ്ലിറ്റ് ആയിട്ട് മാറുന്നു. അവിടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ സയ്യിദ് ഡൈനാസി അവസാനിക്കുകയും പുതിയ ഡൈനാസി എത്തുകയും ചെയ്യുന്നു. ഡൈനാസി ഇസ് നോൺ ആസ് ലോധി ഡൈനാസ്റ്റി. സയ്യിദ് ഡൈനാസി എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞായിട്ടുള്ള ഡൈനാസ്റ്റിയാണ്, വളരെ കുഞ്ഞു ഡൈനാസ്റ്റിയാണ്. അതിനുശേഷം സംഭവിക്കുന്നു, ലോധി ഡൈനാസ്റ്റി വരുന്നു. ക്ലിയർ ആണോ ഞാൻ ഈ പറഞ്ഞത്? എന്നാൽ ആ ഡൈനാസ്റ്റിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാൻ ആ ഇമ്പോർട്ടൻസ് ആൾക്കാരെ പേര് പറഞ്ഞില്ലേ. അപ്പൊ നമുക്ക് എന്തൊക്കെ പോസിബിൾ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്നത്? ഒന്ന്, രാജാക്കന്മാരും ഡൈനാസ്റ്റിയുടെ പേരും. കുലാധരൻ പോലുള്ള ഒരു ആസ്പെക്ട്, ഖിസ്ർ ഖാനെ പോലുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള റൂളേഴ്സ്, അത് മാത്രമേ നമുക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അതേപോലെ തന്നെ ഈ പറയുന്ന മുഹമ്മദ് ഷാ, അദ്ദേഹമായിരിക്കും ചിലപ്പോൾ കുറച്ചും കൂടി ചോദിക്കാൻ സാധ്യതയുള്ളത്. അതേപോലെ ഖാൻ ഐ ഖന്നൻ എന്ന പേര് സ്വീകരിച്ചിട്ടുള്ള ആരാന്ന് ചോദിക്കും, ബഹ്ലൂർ ലോധി. ഇത്രയും ഭാഗം നിങ്ങൾ ഓർത്തിരിക്കാൻ പറ്റുമല്ലോ. ഓക്കെ. അതേപോലെ തന്നെ നിങ്ങൾ കണ്ടോ, ഒരു കേക്കിന്റെ പരിവായിട്ടുണ്ട് എന്ത്, ഡൽഹി സുൽത്താനായിട്ട്. ഈ കേക്കിന്റെ പരിവായിട്ടാണ് ആർക്ക് കിട്ടുന്നത്, ലോധി ഡൈനാസ്റ്റിക്ക് റോളിലേക്ക് വരുന്ന സമയത്ത് കിട്ടുന്നത്. ഓക്കെ. ഇത്രയും ഭാഗം ഓക്കെ ആണോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം.